അപ്പോൾ എല്ലാവർക്കും ബ്രേസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തോടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആമസോണിൻ്റെ ഫയർ TV സ്റ്റിക്കിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ക്വിക്ക് ഓവർവ്യൂ ആണ്. അപ്പോൾ ഈ വീഡിയോ അത്രപ്പുറത്ത് ഡീറ്റെയിൽഡ് ആക്കാണ്ട് നമ്മൾ മാക്സിമം ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ പറയും. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ആമസോണിൻ്റെ പ്രൈം ഡേ സെയിൽ അടക്കുമ്പോഴാണ് നമ്മൾ ഈ സാധനം എടുത്തത്. കാര്യം അല്ലാണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3999. അപ്പോൾ ഒരു 4000 രൂപയ്ക്ക് അടുത്ത് എന്തായാലും കൊടുത്ത് എടുക്കാൻ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യില്ല. ഒരു 3000-ന് താഴെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാര്യം ഇതിൽ 1GB റാമും 8GB സ്റ്റോറേജുമാണ് വരുന്നത്. 8GB സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവില്ല, ചിലപ്പോൾ കുറച്ച് എന്തായാലും സ്റ്റോറേജ് യൂസ്ഡ് ആയിരിക്കും ഓൾറെഡി. അപ്പോൾ 1GB ഉള്ള ഒരു TV സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി ഓവർ പ്രൈസറായിട്ട് തോന്നും ആ ഒരു പ്രൈസ് റേഞ്ചിന്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ 2199 ആയിരുന്നു റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ റേറ്റിന് നമ്മൾ പ്രൈം മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ടിട്ടുള്ള ഓഫറായിരുന്നു അത്. അപ്പോൾ ആ ഒരു റേറ്റിന് അത്യാവശ്യം വെർത്തിറ്റായിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇപ്പം ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യില്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. പ്രൈസ് ചിലപ്പോൾ ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഓഫറൊക്കെ കഴിഞ്ഞുകൊണ്ടുള്ള പ്രൈസ് ആയിരിക്കും ഇപ്പോൾ അത് ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു പ്രൈസ് കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു പ്രൈസിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3000-ന് താഴെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വെർത്തിറ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും ക്യുക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അപ്പോൾ ബോക്സിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാര്യം ചെറിയൊരു ഇതൊക്കെ പോലെ ഉണ്ട്, ഡാമേജ് ഒക്കെ പോലെ ഉണ്ട് ഇവിടെ. കാര്യം ഇതിന് സിമ്പിളി നമ്മുടെ ആമസോണിൻ്റെ പുറമെയുള്ള ഒരു പേപ്പർ കവറിങ് മാത്രമേ ഉണ്ടായുള്ളൂ. അല്ലാണ്ട് വേറെ ഇതൊന്നും റാപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, റബ്ബർ റാപ്പൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അങ്ങനെയാണ് വരുന്നത്. മാക്സിമം അവരുടെ പാക്കേജിംഗ് ഒക്കെ ഇപ്പോൾ ഡീഫോൾട്ട് പെട്ടിയിലേക്കൊക്കെ തന്നെ ആയിട്ടുണ്ട്. വേറെ എക്സ്ട്രാ പ്രൊട്ടക്ഷനൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിലും സെയിം തന്നെയാണ്. അപ്പോൾ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഫീച്ചേഴ്സും ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും എല്ലാം ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. 1GB റാമും 8GB ഇൻറ്റേർണലാണ് ഇതിനകത്ത് വരുന്നത്. സോ നമുക്ക് ടൈം കളയാതെ നമുക്ക് എന്തായാലും ഇത് ഇവിടെ നിന്നാണ് നമ്മൾ തുറക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തുറക്കാം. ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്, കൈ പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ തുറയും. ഓക്കെ, സ്റ്റിക്കർ പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഫുൾ ടാബ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിച്ച് വലിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സാധനങ്ങൾ വന്നം. ഞാൻ തിരിഞ്ഞു പോയോ തുറന്നത്? അതിങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ നമുക്ക് ഓരോ പാർട്ടായിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. സൈഡിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് തുറക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2 AA ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ ചാർജിങ് ബ്രിക്ക് വരുന്നുണ്ട്. ഓക്കെ, ചാർജിങ് ബ്രിക്ക് അല്ല, ഇതിൻ്റെ അഡാപ്റ്ററാണ്, പവർ അഡാപ്റ്ററാണ്, സോറി. അപ്പോൾ അതല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു HDMIയുടെ എക്സ്റ്റൻഷൻ കേബിൾ വരുന്നുണ്ട്. ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ കേബിളാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ TVയുടെ കേബിൾ നമുക്ക് എത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മതിലിനോട് ചേർന്നിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കേസുകളിൽ യൂസ്ഫുൾ ആയിരിക്കും. അതല്ലാതെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ഇതാണ് നമ്മുടെ റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വോളിയം കൺട്രോളും കാര്യങ്ങളും ഉണ്ട്, ആപ്സിൻ്റെ ഓപ്ഷനും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അലക്സ ബട്ടൺ ഉണ്ട്. ഓക്കെ, അതല്ലാതെ പിന്നെ നമുക്കുള്ളത് ഒരു മൈക്രോ USB കേബിൾ വരുന്നുണ്ട്. അപ്പോൾ കേബിൾ കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേപ്പർ വർക്ക്സ് ഉണ്ടാവണം. ഓക്കെ, കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല, ഇനിയൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക് ബോക്സിൽ വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ്. ഇത് നമുക്ക് ചിലപ്പോഴേ വരുള്ളൂ. വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. HDMIയുടെ എക്സ്റ്റൻഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവൈസിലേക്ക് തന്നെ വരാം. ഇതാണ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടീസ് ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഫോർ ബെസ്റ്റ് പെർഫോമൻസ് യൂസ് ഇൻക്ലൂഡഡ് പവർ അഡാപ്റ്റർ ആൻഡ് USB കേബിൾ. അപ്പോൾ ഈ സാധനം ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ഈ കേബിൾ ഉപയോഗിച്ചിട്ടും മാത്രം നമ്മൾ ഫയർ TV സ്റ്റിക്കിന് പവർ ചെയ്യാൻ വേണ്ടി നോക്കുക. അതല്ലാതെ നമ്മുടെ TVയിലെ USB പോർട്ടിൽ നിന്ന് എടുത്ത് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യരുത്, എളുപ്പപ്പണി ചെയ്യരുത്. കാര്യം കുറേ കംപ്ലയിൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു, ഡിവൈസ് മാൽ ഫങ്ഷൻ ആവുന്നതും. അപ്പോൾ അതിനൊക്കെ ഒരുവിധപ്പെട്ട കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ TVയുടെ USB പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല വരുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പവർ റെഗുലേറ്റഡ് ആയിട്ടുള്ള അഡാപ്റ്ററാണ്. അപ്പോൾ ഒരു ബ്ലഡ് പോയിന്റ് പോവും. അത് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതാണ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്രേ ഉള്ളൂ ഡിവൈസ്. ഒരു ചെറിയൊരു ഡിവൈസാണ്, അതിന് മാത്രം വലിയ വെയിറ്റ് ഒന്നുമില്ല. ആമസോണിൻ്റെ ലോഗോ ഉണ്ട് ഓബ്വിയസ്ലി ഇവിടെ. അതല്ലാതെ നമുക്കിവിടെ സൈഡിൽ ഒരു പവർ കേബിളും പോർട്ടും ഉണ്ട്. ചുമ മാറിയിട്ടില്ല, അതുകൊണ്ടാണ്
കഴിഞ്ഞ ആഴ്ചയും വീഡിയോ ഉണ്ടായില്ല. ഇപ്പോഴും ചുമ അറിയിട്ടില്ല. 2-3 ആഴ്ചയായിട്ട് ഇപ്പോൾ ചുമ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അത് ഇടയ്ക്ക് വെച്ചൊരു ചെറിയൊരു ഡിലേ വന്നത് സൗണ്ടിൽ. സോ അതേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് വരുന്നത് നമുക്ക് 2 AAA ബാറ്ററി വരുന്നുണ്ട്. ആമസോൺ ബേസിക്സിൻ്റെ തന്നെയാണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിമോട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട് എങ്ങനെയാണ് റിമോട്ട് തുറക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ തുറക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ബാറ്ററി ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും റാപ്പ് ഇവിടെ ഉണ്ട്, അതും കൂടെ തുറന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള വൈഫൈ കാര്യങ്ങൾ, സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ മാനുവൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ടി വി കൊണ്ട് കണക്ട് ചെയ്യണം, ഇനീഷ്യൽ സെറ്റപ്പ് ഫിനിഷ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻ്റർഫേസ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആമസോൺ പ്രൈം TV സ്റ്റിക്കിനെ കണക്ട് ചെയ്തു, എല്ലാം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു 3 ദിവസം 4 ദിവസമായി. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഇന്ന് തന്നെയാണ് ഈ സെക്കൻഡ് പാർട്ട് വീഡിയോ ശരിക്കും ചെയ്യുന്നത്, ഇതിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ. അപ്പോൾ സെറ്റപ്പ് ഏകദേശം ടൈമിൻ്റെ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ, പക്ഷേ ഏകദേശം നല്ല ടൈം എടുക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല. അത് ഏകദേശം നന്നായി. കാര്യം സെറ്റപ്പ് ഫുള്ള് പ്രോസസ്സ് കഴിയാൻ വേണ്ടി ഏകദേശം 1/2 മണിക്കൂറോളം എടുത്തു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു 20 മിനിറ്റോളം എടുക്കും. എൻ്റെ കേസ് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി. അപ്പോൾ നെറ്റ് പോയാൽ പിന്നെ നമ്മൾ റൗട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ട വന്നു. അതിന് ശേഷം പിന്നെ രണ്ടാമത് ഇതിൽ പോയിട്ട് പിന്നെ വൈഫൈയിൽ ഒന്നുകൂടെ കണക്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ രണ്ടാമത് അപ്ഡേറ്റുകളൊക്കെ ഫിനിഷ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും ഒന്നുകൂടെ ഒന്ന് അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഫുൾ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് പ്രൈം സബ്സ്ക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് പ്രൈമും ഉണ്ട് നമ്മുടെ കയ്യിൽ, പിന്നെ നമ്മൾ യൂട്യൂബാണ് മെയിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത്യാവശ്യം സ്പീഡ് ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് അത്യാവശ്യമുണ്ട് കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് വോളിയം കൺട്രോൾസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വോളിയം കൺട്രോൾസ് ഉണ്ട്. വോളിയം കൺട്രോൾസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഇത്തിരി അധികം ടൈം എടുത്തു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോളിയം കൺട്രോൾ സെറ്റപ്പ് പ്രോസസ്സിൽ നമ്മുടെ TV ബ്രാൻഡ് നമ്മുടെ അടുത്ത് അവർ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഒരു വലിയൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലിസ്റ്റിൻ്റെ അകത്ത് ഇതിപ്പോൾ ഐബെല്ലിൻ്റെ TV ആയിരുന്നു, സ്മാർട്ടല്ല, അല്ലാത്ത TV ആണ്. കുറേ നാൾ മുമ്പ് ഇറങ്ങിയ TV ആണ്. അത് ഇപ്പോഴും ഇല്ല, പ്രൊഡക്ഷനിൽ തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു സാധനം തപ്പിയിട്ട് അതിനകത്ത് ഇല്ല. ഐബെൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആ ലിസ്റ്റിലില്ല. ഇല്ലാത്ത സാധനങ്ങളിൽ എന്തോരം ബ്രാൻഡ് ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് നേരം അതിന് വേണ്ടിയിട്ടും പോയി. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും താഴെ പോയി കഴിഞ്ഞപ്പോൾ അതർ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായി, അതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അവർ നമുക്കൊരു മ്യൂസിക് പ്ലേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് വോളിയം വെച്ചിട്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നോക്കണം. അങ്ങനെ 2-3 സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ ഓട്ടോമാറ്റിക്കലി അത് സ്വിച്ച് ചെയ്ത് നോക്കും. അവർ എന്തെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസുകൾ ഉണ്ടോ, നമ്മുടെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ വയ്ക്കും, എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാറുള്ളത് വോളിയം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ TV വെച്ചിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു 4ാമത്തെ ട്രയൽ വോളിയം കൺട്രോൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ TVയുടെ വോളിയം കൺട്രോളാണ് ഇതിലും കാണിക്കുന്നത്. അപ്പോൾ അത് മതി തൽക്കാലം. ഓക്കെ, അപ്പോൾ അതാണുള്ളത്. പിന്നെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഓൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ TV ഓഫ് ആവും, നമ്മുടെ ഇതും ഓഫ് ആവും, പ്രൈം ഓഫ് ആവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ക്വിക്ക് ആക്സസ് ബട്ടൺ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈം വീഡിയോയുടെ ഇതാണ്. ഇത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സ് നമ്മുടെ കയ്യിലുള്ള, അതുപോലെ ആമസോൺ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രൈം വീഡിയോ ആണ്. അപ്പോൾ പ്രൈം വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നെറ്റിൻ്റേതായൊരു സ്ലോ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലാതെ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ ഇതിപ്പോൾ നെറ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ സ്ലോ ആണ്. നേരത്തെ അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്സിൻ്റെ ഓപ്ഷനുണ്ട്. ആപ്സിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്സും ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിലിപ്പോൾ പ്രൈം വീഡിയോ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി കിടപ്പുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ ഇൻസ്റ്റാളിങ് സെറ്റപ്പ് കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ചോദിക്കും. ആണല്ലോ, ഇതിപ്പോൾ ഗെറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഗെറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ നടുക്കത്ത് ഇതാണ് ഓക്കെ ബട്ടൺ, ഇത് നമ്മുടെ നാവിഗേഷൻ ബട്ടൺ. ഓക്കെ, അപ്പോൾ ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രോസസ്സിങ് നടക്കും. അത് കഴിഞ്ഞത് ഡൗൺലോഡിങ് ആവും. ഇപ്പോൾ അത്യാവശ്യം സ്ലോ ആയിരിക്കണം എനിക്ക് തോന്നുന്നു, എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. കണ്ടോ, അവിടെ വരെ പോയിട്ട് നിൽക്കണേണ്. അത്യാവശ്യം സ്ലോ ആണ് നെറ്റ്വർക്ക് ഇപ്പോൾ, അത്രയും ലോങ്ങിൽ നിന്നായതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇൻസ്റ്റാളിങ് ആവും. അതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രയുള്ള ആപ്പ് ഇൻസ്റ്റാളേഷൻ അതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ആപ്പ് സ്റ്റോർ ഉണ്ട്. വേണമെങ്കിൽ ഇത് ഇൻസ്റ്റാളേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ബാക്കിലേക്ക് പോകാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട്. ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഇതിനകത്തുനിന്ന് തന്നെ കിട്ടും. നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. ഇതിനകത്ത് താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കുക ലിസ്റ്റ് ചെയ്യും നോർമൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളതെന്നുള്ളത്. ഇപ്പോൾ സോണി ലിവ് റെഡി ടു
ലോഞ്ച് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി, ബാക്ക്ഗ്രൗണ്ട് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഇതെല്ലാത്തിനും സബ്സ്ക്രിപ്ഷൻ വേണ്ടി വരുമായിരിക്കും, അത് വേറെ കാര്യം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിലേക്ക് ഹോമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹോം ബട്ടണും ഉണ്ട്. അതല്ലാതെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ തന്നെ അലക്സ ഇൻബിൽഡ് ആണ്. അപ്പോൾ നമുക്ക് അത് നെക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ അലക്സ പോലെ തന്നെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഓരോന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഓപ്പൺ പ്രൈം വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെക്കി പിടിക്കുക, എന്നിട്ട് നമ്മുടെ കമാൻഡ് പറയുക, അതിന് ശേഷം ഇത് വിടുക. അത്ര ചെയ്താൽ മതി. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് വേണമെങ്കിൽ യൂട്യൂബ് തുറക്കാം. അതുപോലെ തന്നെ യൂട്യൂബിൽ എന്തെങ്കിലും പ്ലേ ചെയ്യണമെങ്കിൽ അങ്ങനെ പറയാനും പറ്റും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അലക്സ പ്ലേ ഏഷ്യാനെറ്റ് TV ന്യൂസ് ലൈവ് ഓൺ യൂട്യൂബ്. Getting that from YouTube. ഇപ്പോൾ ആഡ് തന്നെയാണ്, നമ്മുടെ നോർമൽ ആഡ് ഉണ്ടാവും, സ്കിപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ നമുക്കുള്ള ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആമസോണിൻ്റെ ഹോട്ട് കീ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് കമാൻഡ് പറയാം, അതുപോലെ തന്നെ ചെയ്തോളും. അതുപോലെ തന്നെ നമുക്ക് ഇനി തിരിച്ച് ഹോമിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് അക്കൗണ്ടിൻ്റെ എന്തെങ്കിലും സെറ്റപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റാൻ വേണ്ടി പറ്റും. അതുപോലെ നെറ്റ്വർക്ക് ഇവിടെയുള്ളത്. നെറ്റ്വർക്ക് ഇപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോയിലൊന്നും നമ്മൾ കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇതിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അടുത്ത് കാണിച്ചു തരാം. നമുക്ക് ആപ്ലിക്കേഷൻ ഇപ്പോൾ കാണിക്കുന്നത് ഇത്രയാണ്. മാനേജ് ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, കാരണം അതുപോലെ സ്റ്റോറേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ സൈസ് കാര്യങ്ങളെല്ലാം കാണിക്കും. ഓക്കെ, സ്ക്രീൻ മിററിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ഹോം ബട്ടൺ ഒരു 5 സെക്കൻഡിൽ കൂടുതലൊന്ന് പ്രസ് ചെയ്ത് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ വരും, മിററിങ്ങിൻ്റെ ഓപ്ഷൻ വരും. നമ്മുടെ ഫോണിൽ സ്ക്രീൻ മിററിങ് ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്ക്രീൻ മിറർ ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും. ഫോണിലുള്ള സിനിമ എന്തെങ്കിലും കാണണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഫോണിൽ കൂടെ എന്ത് സാധനം വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തിട്ട് കാണാൻ വേണ്ടി പറ്റും. ഗെയിം കളിക്കുമ്പോഴൊക്കെ സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രീം ചെയ്യാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നമ്മുടെ ഇതിന് വൈഫൈ കണക്ഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അത് വെച്ചിട്ട് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. കൂടുതൽ അങ്ങനെ ഡിലേ കാര്യങ്ങളൊന്നും വരാറില്ല. അത് ഇവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ വരും, സ്ക്രീൻ മിററിങ്ങിൻ്റെ ഓപ്ഷൻ വരും കേട്ടോ. ഇതിങ്ങനെ പറഞ്ഞ് കാണിക്കും സ്ക്രീൻ മിററിങ്ങിൽ. അപ്പോൾ അതിനകത്തേക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ പേരാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കാണിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫയർ TV സ്റ്റിക്കിൻ്റെ അൺബോക്സിങ്ങും ക്വിക്ക് സെറ്റപ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതുമാണ് കാണിച്ചു തന്നത്. അപ്പോൾ സെറ്റപ്പ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശനിയാഴ്ചയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരിത്തിരി തിരക്ക് പിടിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ വേണ്ടി അതിൽ നോക്കിയിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം നല്ലപോലെ കൂടിയിട്ടുണ്ട്, എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ. മാക്സിമം സാധനങ്ങൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും ചോദിക്കാം. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇത് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാറും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയാമല്ലോ, ഓഫറിൽ കിട്ടിയതുകൊണ്ടാണ്. 2200 രൂപയായിരുന്നു ഇതിനുള്ളത്. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3999 കാണിക്കുന്നത്. അപ്പോൾ 3999 ഇല്ല, പക്ഷേ ആ ഒരു ബ്രാൻഡ് വാല്യൂ എപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഫയർ TV സ്റ്റിക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ആദ്യം ഇറങ്ങിയത് ഇവരാണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു സ്മാർട്ട് TV സ്റ്റിക്ക് എന്നുള്ള ഒരു മോഡൽ കൊണ്ടുവന്ന് അവരായിട്ടായിരുന്നു. എൻ്റെ അറിവ് ശരിയാണ്, കാര്യം കുറേ കാലങ്ങളായിട്ട് അവരുള്ളതാണ്, അത്യാവശ്യം 3-4 കൊല്ലത്തിൽ കൂടുതലായിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഫയർ TV സ്റ്റിക്ക് ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അവനിപ്പോൾ ഏകദേശം 2 കൊല്ലമായിട്ട് ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇതെടുത്തത്. പിന്നീട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്ന റിയൽമിയുടെ ഉണ്ട്, ഷയോമിയുടെ ഒക്കെ ഉണ്ട്. എന്നാൽ പോലും റിയൽമിയുടെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ്. പക്ഷേ അതിനകത്ത് ചിലവർ റിമോട്ടിനൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു. കുറേ ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോൾ റിമോട്ടിനൊരു ചെറിയൊരു ഇതുണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോൾ റിമോട്ട് വർക്ക് ചെയ്യേണ്ടാവുന്ന, കണക്ട് ചെയ്യുന്നില്ല, റിമോട്ട് മാറ്റേണ്ട വരുന്നു എന്നൊക്കെയുള്ള ഒരു കേസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ TV സ്റ്റിക്കിൻ്റെ നമ്മുടെ ആമസോണിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് നമുക്ക് നേരത്തെ പ്രീവിയസ് നമ്മുടെ എക്കോഡോട്ടിനൊരു ഇഷ്യൂ വന്നപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്വിഫ്റ്റാണ്. റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്മാരല്ല എക്കോഡോട്ടിന് നമ്മളെ കോൺടാക്ട് ചെയ്തത് US നിന്നായിരുന്നു. അത് നമ്മൾ വെറുതെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ നമ്പറും കൊടുത്ത് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അവർ ഇങ്ങോട്ടാണ് വിളിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആമസോണിൻ്റെ ഇതിലേക്ക് തന്നെ തിരിഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഓൾറെഡി ഉപയോഗിച്ചിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ TV 1080p ആണ്, അതുകൊണ്ടാണ് ഞാൻ
TV സ്റ്റിക്കിലേക്ക് കയറിയത്. 4K വെർഷനിൽ കയറിയിട്ട് കാര്യമില്ല, നമ്മുടെ TV 4K സപ്പോർട്ട് ചെയ്യൂല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ 4K TV അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മിക്കവാറും സ്മാർട്ട് TV തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ സ്മാർട്ട് TVയിൽ ഓൾറെഡി ആൻഡ്രോയിഡ് ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗൂഗിൾ TV അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഇതായിരിക്കും വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഒരു സാധനം കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിനകത്ത് അത്യാവശ്യം എന്താ പറഞ്ഞാൽ നല്ലൊരു 4K TV എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളാണ് പറഞ്ഞത്. ഓൾറെഡി നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല, ഫീച്ചേഴ്സും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ട്. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരും. അതുവരത്തേക്കും ബൈ.